Hi guys. So നമ്മുടെ ലാസ്റ്റ് ക്ലാസ്സിൽ പ്രോബ്ലംസ് ആണ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ കണ്ടിന്യൂഷൻ 2-3 പ്രോബ്ലംസ് ഉണ്ട്. സോ ആദ്യം നമുക്കത് നോക്കാം. A three-phase induction motor has 6 poles. It is connected to a three-phase 400 volt 50 Hz supply. The motor operating at 5% slip. What is its speed? ആദ്യമായിട്ട് ഇത് വോൾട്ട് ക്യാപിറ്റൽ വി ആക്കിക്കോട്ടോ. ദെൻ നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? സ്ലിപ്പ് എസ് ഈക്വൽ ടു 0.05 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്പീഡാണ് കണ്ടുപിടിക്കേണ്ടത്. സോ നമുക്കറിയാം എൻ എസ് ഈക്വൽ ടു 120 F/P. ഇനി എഫിൻ്റെ വാല്യൂ എത്രയാണ്? എഫ് എന്ന് പറയുന്നത് നമ്മുടെ ഫ്രീക്വൻസി എത്രയാണ്? 50 Hz എന്ന് തന്നിട്ടുണ്ട്. സോ 120 × 50 ഡിവൈഡ് ബൈ പോൾസിൻ്റെ എണ്ണം എത്ര? 6 പോൾസ് 6. സോ ചെയ്യുമ്പോഴത്തേക്കും 1000 RPM എന്ന് കിട്ടും. ദെൻ സ്പീഡ് കണ്ടുപിടിക്കേണ്ട ഫോർമുല എന്തുവാ? സ്പീഡ് എൻ ഈക്വൽ ടു എൻ എസ് ഇൻറ്റു 1 - എസ്. സോ എൻ എസ് 1000 എന്ന് കിട്ടി. സോ 1000 × 1 - 0.05 ദാറ്റ് ഈസ് ഈക്വൽ ടു 950 RPM എന്ന് കിട്ടും. അതാണ് നമ്മുടെ സ്പീഡ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ 3-phase 6-pole ഇൻഡക്ഷൻ മോട്ടോർ കണക്റ്റഡ് ടു 400. എല്ലായിടത്തും വോൾട്ട് ഇങ്ങനെ ഇട്ടാലും സ്മോൾ വി ഇട്ടാലും പ്രശ്നമൊന്നുമില്ല. നിങ്ങൾക്ക് ഏതായിരുന്നു സൗകര്യം അതുപോലെ ഇട്ടേരാ. പക്ഷെ ക്യാപിറ്റൽ വി ആയിരിക്കും കുറച്ചുകൂടെ ഇതായിട്ടുള്ളത്, കറക്റ്റായിട്ടുള്ളത്. 400 volt 50 Hz സപ്ലൈ അറ്റ് 960 RPM അറ്റ് ഫുൾ ലോഡ്. ഫൈൻഡ് ദ സ്ലിപ്പ് ഓഫ് ദ മോട്ടോർ. അപ്പോൾ നേരത്തെ ചെയ്ത അതേ ഫോർമുല തന്നെ യൂസ് ചെയ്യുന്നു. എൻ എസ് ഈക്വൽ ടു ഇവിടെ നമുക്ക് സ്ലിപ്പാണ് കണ്ടുപിടിക്കേണ്ടത്. കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ നമുക്ക് സ്ലിപ്പ് തന്നിട്ടുണ്ടായിരുന്നു. സോ എൻ എസ് ഈക്വൽ ടു 120 F/P. എഫ് എത്രയാണ്? 50. സോ 120 × 50 ഡിവൈഡ് ബൈ 6 വിച്ച് ഈസ് ഈക്വൽ ടു 1000 RPM. ഇനി നമുക്ക് തന്നിട്ടുണ്ട് മോട്ടോർ സ്പീഡ് 960 RPM എന്ന് തന്നിട്ടുണ്ട്. സോ എൻ ഈക്വൽ ടു എൻ എസ് ഇൻറ്റു 1 - എസിനകത്ത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുവാണ്. സോ ചെയ്യുമ്പോഴത്തേക്ക് 1 - എക്സ് ഈക്വൽ ടു നമ്മുടെ എൻ എത്ര? 960. സോ 960 ഡിവൈഡ് ബൈ 1000 ദാറ്റ് ഈസ് 0.96 എന്ന് കിട്ടും. സോ എസ് ഈക്വൽ ടു 1 - 0.96 വിച്ച് ഈസ് ഈക്വൽ ടു 0.04 എന്ന് കിട്ടി. സോ നമ്മുടെ സ്ലിപ്പ് എത്രയാണ്? 0.04. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ ഇവിടെ കറക്റ്റ് ചെയ്തോണം. ഇത് 5th ക്വസ്റ്റ്യൻ ആണ്. എ 3-phase 6-pole 50 Hz ഇൻഡക്ഷൻ മോട്ടോർ ഹാസ് എ റോട്ടോർ current of frequency 5 Hz. Then determine the slip of the induction motor and speed of motor. അപ്പോൾ നമുക്ക് എന്തൊക്കെ കണ്ടുപിടിക്കണം? സ്ലിപ്പും കണ്ടുപിടിക്കണം, മോട്ടോറിൻ്റെ സ്പീഡും കണ്ടുപിടിക്കണം. സോ സ്ലിപ്പ് നമുക്ക് ഇങ്ങനെ കണ്ടുപിടിക്കാം. F'/F എന്ന ഫോർമുല വെച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പം നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടായിരിക്കും ഈ 2F എന്തുവാന്ന്. ഇപ്പോൾ ഞാൻ ഇവിടെ ക്വസ്റ്റ്യൻ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം. 6-pole 50 Hz ഇൻഡക്ഷൻ മോട്ടോർ. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മുടെ സാധാ എഫ് ഹാസ് എ റോട്ടർ കറണ്ട് ഓർ ഫ്രീക്വൻസി 5 Hz. അപ്പോൾ ഇതിനെയാണ് നമ്മൾ F' ആയിട്ട് എടുക്കുന്നത്. ദെൻ അപ്പോൾ എന്ത് വരും? 5/50 വിച്ച് ഈസ് ഈക്വൽ ടു 0.1 എന്ന് വരും. ഇനി നമ്മുടെ ഇക്വേഷൻ എന്തുവാണ്? എൻ എസ് ഈക്വൽ ടു 120 F/P. അതിൽ നമ്മുടെ എഫിൻ്റെ വാല്യൂ 50. സോ 120 × 50/6 വിച്ച് ഈസ് ഈക്വൽ ടു 1000 RPM എന്ന് കിട്ടും. സോ സ്പീഡ് കണ്ടുപിടിക്കാൻ എൻ ഈക്വൽ ടു എൻ എസ് ഇൻറ്റു 1 - എസ് ദാറ്റ് ഈസ് 1000 × 1 - 0.01 വിച്ച് ഈസ് ഈക്വൽ ടു 900 RPM. ഇവിടെ 0.01 അല്ല 0.1 ആണ്. അപ്പോൾ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് 900 RPM എന്ന് കിട്ടും. Next question. The frequency of stator of a 4-pole induction motor is 50 Hz and that in the rotor is 1.5 Hz. What is the slip and at what speed is the rotor running? അപ്പോൾ നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? ഫ്രീക്വൻസി 50 Hz തന്നിട്ടുണ്ട്, F' 1.5 Hz തന്നിട്ടുണ്ട്. സോ നമുക്ക് സ്ലിപ്പ് കണ്ടുപിടിക്കണം. സ്ലിപ്പ് എസ് ഈക്വൽ ടു F'/F ദാറ്റ് ഈസ് 1.5/50 വിച്ച് ഈസ് ഈക്വൽ ടു 0.03. ഇനി നമ്മൾ ലാസ്റ്റ് ക്വസ്റ്റ്യനിൽ ചെയ്ത പോലെ തന്നെ എൻ ഈക്വൽ ടു എൻ എസ് ഇൻറ്റു 1 - എസ്. എൻ എസിൻ്റെ വാല്യൂ നമുക്കറിയാം 1500. അതായത് നമുക്കിവിടെ എന്താ തന്നിരിക്കണം? 1.5 Hz എന്ന് തന്നിട്ടുണ്ട്. പിന്നെ
അപ്പോൾ ഈ 1.5 ഹെർട്സ് കാണുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ പെട്ടെന്ന് നിങ്ങൾ അതെന്താ തെറ്റിദ്ധരിച്ച് അതാണ് നമ്മുടെ സ്പീഡെന്നൊക്കെ വിചാരിക്കും. പക്ഷെ അതല്ല, അത് നമ്മുടെ എന്തുവാണ്, എഫ് ഡാഷ് ആണ്. സോ നമുക്കിവിടെ എൻ എസ് തന്നിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, എൻ എസ് കണ്ടുപിടിക്കണം. എൻ എസ് ഈക്വൽ ടു 120 F/P. ദാറ്റ് ഈസ്, ഇത് ഞാൻ ആദ്യം ചെയ്തിട്ടില്ലായിരുന്നു, ഞാൻ ഡയറക്റ്റ് ഇതാ ചെയ്തിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഡൗട്ട് വരും 1500 എവിടെ നിന്ന് വന്നതെന്ന്. സോ അതിന് വേണ്ടി ഞാൻ ചെയ്തതാണ്. അപ്പോൾ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് 1500 കിട്ടും. സോ അത് വെച്ചിട്ട് ഞാൻ എന്തോ എൻ കണ്ടുപിടിക്കുകയാണ്. 1500 ഇൻറ്റു 1 - 0.03 വിച്ച് ഈസ് ഈക്വൽ ടു 1500 ഇൻറ്റു 0.97, ദാറ്റ് ഈസ് 1455 RPM എന്ന് കിട്ടും. സോ ഇതാണ് നമ്മുടെ റോട്ടോറിൻ്റെ റണ്ണിങ് സ്പീഡ്. സോ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോറാണ്. ഇൻ ഫിസിക്കൽ അപ്പിയറൻസ് ഇറ്റ് ഈസ് സിമിലർ ടു എ 3-phase സ്ക്വയറൽ കേജ് ഇൻഡക്ഷൻ മോട്ടോർ. അപ്പോൾ ഫിസിക്കൽ, അതായത് ഡയറക്റ്റ് നമുക്ക് കാണുമ്പോൾ പെട്ടെന്ന് അതൊരു 3-phase സ്ക്വയറൽ കേജ് ഇൻഡക്ഷൻ മോട്ടോർ പോലെ നമുക്ക് തോന്നും. ദ സ്റ്റേറ്റർ ഹാസ് ഡിസ്ട്രിബ്യൂട്ടഡ് സിംഗിൾ ഫേസ് വൈൻഡിങ് നോൺ ആസ് ദ മെയിൻ വൈൻഡിങ്. ഇനി ഈ സ്റ്റേറ്ററിനകത്ത് നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് സിംഗിൾ ഫേസ് വൈൻഡിങ് ആണ്. അതിനെ തന്നെയാണ് നമ്മൾ മെയിൻ വൈൻഡിങ് എന്നും പറയുന്നത്. ഇനി റോട്ടറിനകത്തുള്ളത് ഒരു ഷോർട്ട് സർക്യൂട്ടഡ് സ്ക്വയറൽ കേജ് വൈൻഡിങ് ആണുള്ളത്. അത് നമ്മുടെ ഒരു 3-phase ഇൻഡക്ഷൻ മോട്ടോറിന് സിമിലർ ആയിട്ടുള്ള പോലെയാണ് ഇരിക്കുന്നത്. ദെൻ ദർ ഇസ് എ യൂണിഫോം എയർ ഗ്യാപ്പ് ബിറ്റ്വീൻ ദ റോട്ടർ ആൻഡ് ദ സ്റ്റേറ്റർ. റോട്ടറിനും സ്റ്റേറ്ററിനും ഇടയ്ക്ക് യൂണിഫോം എയർ ഗ്യാപ്പ് ഉണ്ട്. When a single phase supply is connected across the main stator winding, then a pulsating field is produced and the rotor does not develop any torque. Hence, a single phase induction motor is not self-starting. അപ്പോൾ നമ്മൾ മെയിൻ സ്റ്റേറ്റർ വൈൻഡിങ്ങിലോട്ട് നമ്മൾ സിംഗിൾ ഫേസ് സപ്ലൈ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും അവിടെ ഒരു പൾസേറ്റിംഗ് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുകയും പക്ഷേ റോട്ടർ ഒരു ടോർക്കും ഡെവലപ്പ് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോർ സെൽഫ് സ്റ്റാർട്ടിംഗ് അല്ല. എന്ന് വെച്ചാൽ അതിനെ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ എക്സ്ട്രാ എന്തെങ്കിലും ഒരു മെക്കാനിസം കൊടുക്കണം. സോ ഇതാണ് നമ്മുടെ സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോർ. ഇതിൽ സ്റ്റാർട്ട് മെക്കാനിസം ഒന്നും കൊടുത്തിട്ടില്ല, സാധാ ഒരു ജസ്റ്റ് സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോർ. അതിനകത്ത് ഇവിടെ നമ്മൾ പവർ കൊടുക്കും. ഇത് നമ്മുടെ മെയിൻ വൈൻഡിങ്, ഇത് നമ്മുടെ റോട്ടോർ. മേക്കിംഗ് ഓഫ് സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോർ സെൽഫ് സ്റ്റാർട്ടിങ്. അപ്പോൾ ഞാൻ പറഞ്ഞു സെൽഫ് സ്റ്റാർട്ടിങ് കപ്പാസിറ്റി സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോറിനില്ല. അപ്പോൾ നമ്മൾ സെൽഫ് സ്റ്റാർട്ടിങ്ങിന് വേണ്ടിയിട്ട് എന്തെങ്കിലും എക്സ്ട്രാ ആഡ് ചെയ്യണം. സോ അതുകൊണ്ടാണ് ഇത് സെൽഫ് സ്റ്റാർട്ടിങ് എന്ന് എക്സ്ട്രാ എടുത്ത് പറയുന്നത്. ഇനി എ സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോർ ഈസ് നോട്ട് സെൽഫ് സ്റ്റാർട്ടിങ്. ടു മേക്ക് ദ മോട്ടോർ സെൽഫ് സ്റ്റാർട്ടിങ് ഇറ്റ് ഈസ് ടെമ്പററിലി കൺവേർട്ടഡ് ഇൻറ്റു എ 2-phase മോട്ടോർ ഡ്യൂറിങ് ദ സ്റ്റാർട്ടിംഗ് പീരീഡ്. ഫോർ ദിസ് ദ സ്റ്റേറ്റർ ഓഫ് ദ മോട്ടോർ ഈസ് പ്ലേസ്ഡ് 90 degree ഇലക്ട്രിക്കലി അപ്പാർട്ട് ഫ്രം ദ മെയിൻ വൈൻഡിങ്. അപ്പോൾ എന്താ പറഞ്ഞു വരുന്നത്, നമ്മൾ സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോർ സെൽഫ് സ്റ്റാർട്ടിങ് അല്ല, നമുക്കറിയാമെന്നുള്ള കാര്യമാണ്. അപ്പോൾ ഇനി അടുത്ത് പറയാൻ പോകുന്നത് വെച്ചാൽ, ഇനി നമ്മുടെ ഈ സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോറിനെ സെൽഫ് സ്റ്റാർട്ടിങ് ആക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ടെമ്പററിലി നമ്മൾ ഈ സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോറിനെ ഒരു 2-phase മോട്ടറായിട്ട് കൺവേർട്ട് ചെയ്യണം. അത് എപ്പോഴത്തേക്കും അല്ല, സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു കുറച്ച് നേരത്തേക്ക് വേണ്ടി മാത്രം. അതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മൾ മോട്ടോറിനെ മെയിൻ വൈൻഡിങ്ങിന് ഇത് ഇലക്ട്രിക്കലി അപ്പാർട്ട്, അതായത് 90 degree ആംഗിളിൽ വയ്ക്കും. എന്ത് വയ്ക്കും, സ്റ്റേറ്ററിനെ മെയിൻ വൈൻഡിങ്ങിന് 90 degree ആംഗിൾ വരുന്ന രീതിയിൽ നമ്മൾ സ്റ്റേറ്ററിനെ വയ്ക്കും. അതാണ് പറയുന്നത്. ഫോർ ദിസ് ദ സ്റ്റേറ്റർ ഓഫ് ദ മോട്ടോർ ഈസ് പ്ലേസ് 90 degree അപ്പാർട്ട് ഫ്രം ദ മെയിൻ വൈൻഡിങ്. ഇത് നമ്മുടെ മെയിൻ വൈൻഡിങ്. സോ സ്റ്റേറ്ററിനെ നമ്മൾ എന്ത് ചെയ്യും, 90 degree അപ്പാർട്ടായിട്ട് വയ്ക്കും. സ്റ്റേറ്റർ എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ കൊടുക്കുന്ന വൈൻഡിങ്ങാണ് സ്റ്റേറ്റർ വൈൻഡിങ് എന്ന് ഇവിടെ പറയുന്നത്. അല്ലാതെ നമ്മുടെ ഇതിന് സ്റ്റേറ്റർ ഒന്നും ഇല്ലല്ലോ, സിംഗിൾ വൈൻഡിങ് അല്ലേ ഉള്ളൂ. സോ ഇതാണ് നമ്മുടെ ഫിഗർ. സോ ഇത് നിങ്ങൾ സിംഗിൾ ഫേസ് സപ്ലൈ കൊടുക്കുക. അതിനകത്ത് നമ്മൾ ഒരു സ്റ്റാർട്ടിങ് വൈൻഡിങ് എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട്. സോ ഇത് സ്വിച്ച് കറണ്ട് ആയി ഇവിടെ നിന്ന് പോയിട്ട് ഇവിടെ സ്പ്ലിറ്റ് ആകും. ഇത് മെയിൻ വൈൻഡിങ്, ഇത് സ്റ്റാർട്ടിങ് വൈൻഡിങ് IS, ഇത് നമ്മുടെ റോട്ടർ. The current in the main winding IM and the current in the starting winding IS are out of phase. These two currents produce revolving flux and hence make the motor self-starting. അപ്പോൾ നമ്മുടെ മെയിൻ വൈൻഡിങ്ങിലുള്ള കറണ്ട് എന്താണ്, IM ഉം സ്റ്റാർട്ടിംഗ് വൈൻഡിങ്ങിലുള്ള കറണ്ട് എന്തുമാണ്, IS ഉം ആണ്. അത്
90 ഡിഗ്രി ഔട്ട്, അതായത് ആംഗിളിലാണ്, വ്യത്യാസത്തിലാണ് ഇരിക്കുന്നത്. അതായത് അത് സെയിം ഫേസ് അല്ല, ഔട്ട് ഓഫ് ഫേസ് ആണ്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു റിവോൾവിങ് ഫ്ലക്സ് ഉണ്ടാവുകയും നമ്മളെ മോട്ടോർ സെൽഫ് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യും. ഇനി സ്വിച്ച്, അവിടെ ഒരു സ്വിച്ച് ആഡ് ചെയ്തിട്ടുണ്ടല്ലോ, സ്വിച്ച്. അത് നമ്മൾ സെൻട്രിഫ്യൂഗൽ സ്വിച്ച് എന്നാണ് പറയുന്നത്. സെൻട്രിഫ്യൂഗൽ സ്വിച്ച് എസ് ഈസ് കണക്റ്റഡ് ഇൻ സീരീസ് വിത്ത് ദ സ്റ്റാർട്ടിംഗ് വൈൻഡിങ്. അപ്പോൾ നമ്മുടെ സ്റ്റാർട്ടിംഗ് വൈൻഡിങ്ങിന് സീരീസ് ആയിട്ട് ഒരു സെൻട്രിഫ്യൂഗൽ സ്വിച്ച് എസ് കണക്ട് ചെയ്തിട്ടുണ്ട്. ആസ് ദ മെഷീൻ റീച്ചസ് 70 to 80% ഓഫ് ഇറ്റ്സ് ഫുൾ ലോഡ് സ്പീഡ്, ദ സെൻട്രിഫ്യൂഗൽ സ്വിച്ച് ഓപ്പൺസ് ആൻഡ് ഡിസ്കണക്ട്സ് ദ സ്റ്റാർട്ടിംഗ് വൈൻഡിങ് ഫ്രം ദ സപ്ലൈ. അപ്പോൾ നമ്മുടെ മെഷീൻ ഒരു 70 to 80% അതിൻ്റെ സ്പീഡിലോട്ട് എത്തി കഴിയുമ്പോഴത്തേക്കും ഈ സ്വിച്ച് ഓപ്പൺ ആവുകയും നമ്മുടെ സ്റ്റാർട്ടിങ് വൈൻഡിങ് സപ്ലൈയിൽ നിന്ന് കട്ടാവുകയും ചെയ്യും. അപ്പോൾ ആദ്യത്തെ കുറച്ച് നേരത്തേക്ക് മാത്രമേ ഇത് നമ്മളെ സപ്ലൈയിലോട്ട് കണക്ട് ചെയ്ത് വെച്ചിട്ടുള്ളൂ. അപ്പോൾ എപ്പോഴാണോ 70 to 80% സ്പീഡ് എത്തുന്നത് അപ്പോഴത്തേക്ക് ഇത് ഓപ്പൺ ആയിട്ട് കട്ടാവുകയാണ് ചെയ്യുന്നത്. Now the motor continues to run on main winding. അപ്പോൾ ഇത് കട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് മെയിൻ വൈൻഡിങ്ങിൻ്റെ മാത്രം ആവശ്യമേ ഉള്ളൂ അവിടെ. A typical torque or speed characteristics of a single phase induction motor is shown below. അപ്പോൾ ടോർക്ക് ഓർ സ്പീഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടറാണ് നമ്മൾ താഴെ കൊടുത്തേക്കുന്നത്. അപ്പോൾ നമ്മുടെ എക്സ് ആക്സിസിൽ എന്തോ ഒരു സ്പീഡ് വരും, വൈ ആക്സിസിൽ ഫുൾ ലോഡ് ടോർക്ക് വരും. സോ ഇത് സ്റ്റാർട്ട്, ഇത് റണ്ണ്. ജസ്റ്റ് ഫിഗർ നോക്കി വെച്ചിരുന്നാൽ മതി. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ടൈപ്സ് ഓഫ് സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോറാണ്. അത് കുറച്ചധികം ടൈപ്സ് ഉണ്ട്. ഡിപ്പെൻഡിങ് അപ്പോൺ മെത്തേഡ്സ് ഓഫ് പ്രൊഡ്യൂസിങ് റൊട്ടേറ്റിംഗ് സ്റ്റേറ്റർ, മാഗ്നറ്റിക് ഫ്ലക്സ്, സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോഴ്സ് ആർ ക്ലാസിഫൈഡ്. അപ്പോൾ ഇവിടെ ഒരു കോമോഡ് കൊടുത്തോ. അപ്പോൾ നമ്മൾ പ്രൊഡ്യൂസിങ് മാഗ്നറ്റിക് ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതും പിന്നെ റോട്ടാറിനുള്ള റൊട്ടേറ്റിംഗ് സ്റ്റേറ്റർ, ഇതിനെല്ലാം ഡിപ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടറിനെ ഡിഫറെൻറ്റ് ടൈപ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ സ്പ്ലിറ്റ് ഫേസ് ഇൻഡക്ഷൻ മോട്ടോർ, ദെൻ സെക്കൻഡ് വൺ കപ്പാസിറ്റർ ടൈപ്പ് ഇൻഡക്ഷൻ മോട്ടോർ. ദെൻ അതിനകത്ത് തന്നെ 3 ടൈപ്പ് ഉണ്ട്. കപ്പാസിറ്റർ സ്റ്റാർട്ട് ഇൻഡക്ഷൻ മോട്ടോറുണ്ട്, കപ്പാസിറ്റർ റൺ ഇൻഡക്ഷൻ മോട്ടോറുണ്ട്, കപ്പാസിറ്റർ സ്റ്റാർട്ട് കപ്പാസിറ്റർ റൺ ഇൻഡക്ഷൻ മോട്ടോറുണ്ട്. നെക്സ്റ്റ് ഷെയ്ഡഡ് പോൾ ടൈപ്പ് ഇൻഡക്ഷൻ മോട്ടോറുണ്ട്. ഫോർത്ത് വൺ എന്ന് പറയുന്നത് യൂണിവേഴ്സൽ മോട്ടോഴ്സ് അല്ലെങ്കിൽ AC സീരീസ് മോട്ടോഴ്സ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് വൺ നോക്കുവാണ് സ്പ്ലിറ്റ് ഫേസ് ഇൻഡക്ഷൻ മോട്ടോർ. ഇതിനകത്ത് എന്താ പ്രത്യേകത എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞില്ലേ ഒരു സിംഗിൾ ഫേസ് സ്റ്റേറ്റർ വൈൻഡിങ് കാണും, അത് തന്നെയാണ് നമ്മുടെ സ്പ്ലിറ്റ് ഫേസിൽ വരുന്നത്, വേറെ വ്യത്യാസമൊന്നുമില്ല. ആ ഫിഗർ കണ്ടാൽ നിങ്ങൾക്ക് അറിയായിരിക്കും, സെയിം ഫിഗർ തന്നെയാണ് വരുന്നത്. IM, IS, then single phase supply, starting winding, rotor. This type of rotor has a single phase stator winding called main winding. The stator carries one more winding called auxiliary winding or the starting winding. Extra ആയിട്ട് നമ്മൾ ഒരു വൈൻഡിങ് കൊടുക്കുക, അതാണ് ഓക്സിലറി വൈൻഡിങ് അല്ലെങ്കിൽ സ്റ്റാർട്ടിംഗ് വൈൻഡിങ്. ഇനി നമ്മുടെ മെയിൻ വൈൻഡിങ്ങിൻ്റെ റെസിസ്റ്റൻസ് കുറവാണ്, എന്നാൽ റിയാക്റ്റൻസ് കൂടുതലാണ്. ദ മെയിൻ വൈൻഡിങ് ഹാസ് എ ലോ റെസിസ്റ്റൻസ് ആൻഡ് എ high reactance, whereas the auxiliary winding has a high resistance and low reactance. അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് ആണ് സെക്കൻഡ്. മെയിൻ വൈൻഡിങ്ങിൻ്റെ ഓപ്പോസിറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഓക്സിലറി വൈൻഡിങ്ങിനുള്ളത്. ദ ഓക്സിലറി വൈൻഡിങ് ഹാസ് എ സെൻട്രിഫ്യൂഗൽ സ്വിച്ച് ഇൻ സീരീസ് വിത്ത് ഇറ്റ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു സീരീസിലായിട്ട് ഒരു സെൻട്രിഫ്യൂഗൽ സ്വിച്ച് ഉണ്ട്. ഇനി നമ്മുടെ മോട്ടോർ എപ്പോഴാണോ സിംഗ്രണസ് സ്പീഡിൻ്റെ 75% എത്തുന്നത് അപ്പോഴത്തേക്കും നമ്മുടെ സ്വിച്ച് ഓപ്പൺ ചെയ്തിട്ട് സർക്യൂട്ട് അതിൽ നിന്ന് ഡിസ്കണക്റ്റ് ആയി പോവുകയാണ് ചെയ്യുന്നത്. അപ്പോഴത്തേക്ക് എന്താ പറയുന്നത്, സോ ദ സ്റ്റേറ്റർ വൈൻഡിങ് ഈസ് ദ ഓൺലി ഓൺ വിച്ച് ദ മോട്ടോർ ഓപ്പറേഷൻ റൺസ്. അപ്പോൾ ഇതിങ്ങനെ ഡിസ്കണക്റ്റ് ആയി പോയി കഴിയുമ്പോഴത്തേക്ക് സ്റ്റേറ്റർ വൈൻഡിങ് അല്ലെങ്കിൽ മെയിൻ വൈൻഡിങ് വെച്ചിട്ടായിരിക്കും നമ്മുടെ മോട്ടോർ ഓപ്പറേറ്റ് ചെയ്യുന്നത്. When motor gathers speeds up to 75% of ns, the switch gets opened mechanically and in the running position, the auxiliary winding remains out of the circuit. So the stator winding is the only one on which the motor operation runs.
ഇതിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ മോട്ടോഴ്സ് ഹാവിങ് ലോ സ്റ്റാർട്ടിംഗ് കറണ്ട് ആൻഡ് മോഡറേറ്റ് സ്റ്റാർട്ടിംഗ് ടോർക്ക്. അപ്പോൾ സ്റ്റാർട്ടിംഗ് കറണ്ട് കുറവും മോഡറേറ്റ് സ്റ്റാർട്ടിംഗ് ടോർക്കും ഉള്ളതിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഹെൻസ് ദീസ് മോട്ടോഴ്സ് ആർ യൂസ്ഡ്. അതുകൊണ്ട് തന്നെ ഈ മോട്ടോഴ്സ് എന്തുവാണ്? ഫാൻസിലും ബ്ലോവേഴ്സിലും സെൻട്രിഫ്യൂഗൽ പമ്പ്സിലും വാഷിംഗ് മെഷീനിലും ഗ്രൈൻഡറിലും ലാത്തിലും എ സിയുടെ ഫാൻസിലും എല്ലാം നമ്മൾ യൂസ് ചെയ്യും. ഇനി ഇതിൻ്റെ സൈസ് റേഞ്ച് എന്ന് പറയുമ്പോൾ 1/20 ടു 1/2 കിലോ വാട്ട് വരെ നമുക്ക് കിട്ടും. നെക്സ്റ്റ് വൺ കപ്പാസിറ്റർ ടൈപ്പ് ഇൻഡക്ഷൻ മോട്ടോറാണ്. സോ അതിൽ ആദ്യത്തെ ഒരു ടൈപ്പ് നമുക്ക് ഇന്ന് നോക്കാം, ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. സോ കപ്പാസിറ്റർ ടൈപ്പിൽ ഫസ്റ്റ് വൺ കപ്പാസിറ്റർ സ്റ്റാർട്ട് IM, ദാറ്റ് ഈസ് കപ്പാസിറ്റർ സ്റ്റാർട്ട് ഇൻഡക്ഷൻ മോട്ടോർ. അപ്പോൾ ഇതിലെന്താ എക്സ്ട്രാ വരുന്നത്? ഇവിടെ നമ്മളൊരു കപ്പാസിറ്റർ ആഡ് ചെയ്തിട്ടുണ്ട് ഇല്ലേ? ഇവിടെ കപ്പാസിറ്റർ ആഡ് ചെയ്തിട്ടുണ്ട്, പകരം അതിൻ്റെ സീരീസ് ആയിട്ട് ഒരു സെൻട്രിഫ്യൂഗൽ സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ പകരം സ്വിച്ച് കൊടുക്കുന്നില്ല. ഇനി ഇവിടെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമ്മൾ ആക്സിലറി ഇവിടെയാണ് മെയിൻ വൈൻഡിങ് ഇപ്പോൾ വന്നിരിക്കുന്നത്. നേരത്തെ ഫിഗറിൽ മെയിൻ വൈൻഡിങ് ഇവിടെയും ഓക്സിലറി ഇവിടെയായിരുന്നു. ഇപ്പോൾ നേരെ തിരിച്ച് മെയിൻ വൈൻഡിങ് ഇവിടെ, ഓക്സിലറി ഇവിടെ. അപ്പോൾ ഓക്സിലറിക്ക് സീരീസ് ആയിട്ട് നമ്മൾ എന്തോ ചെയ്യും? മറ്റേതിൽ നമ്മൾ എന്തോ എടുത്ത ഒരു സ്വിച്ച് മാത്രമേ കൊടുത്തിരുന്നുള്ളൂ. ഇവിടെ എക്സ്ട്രാ ഒരു കപ്പാസിറ്റർ ഇവിടെ കൊടുക്കുന്നു, അത്രേ ഉള്ളൂ. Here we are using two winding, the main winding and starting winding. With starting winding we connect a capacitor in series. അപ്പോൾ നമുക്കിവിടെ രണ്ട് വൈൻഡിങ് ഉണ്ട്, മെയിൻ വൈൻഡിങ്ങും സ്റ്റാർട്ടിംഗ് വൈൻഡിങ്ങും. സ്റ്റാർട്ടിംഗ് വൈൻഡിങ്ങിന് സീരീസ് ആയിട്ട് നമ്മളൊരു കപ്പാസിറ്റർ കണക്ട് ചെയ്യുന്നുണ്ട്. ദ ഫേസ് ആംഗിൾ ബിറ്റ്വീൻ ദ മെയിൻ വൈൻഡിങ് കറണ്ട് ആൻഡ് ദ ഓക്സിലറി വൈൻഡിങ് കറണ്ട് ഈസ് ഇൻക്രീസ്ഡ്. അപ്പോൾ ഇതിന് ഇടയിലുള്ള ഫേസ് ആംഗിൾ ഇൻക്രീസ് ചെയ്യും. അതുകൊണ്ട് തന്നെ കപ്പാസിറ്റർ സ്റ്റാർട്ട് മോട്ടോറിൽ നമുക്ക് ഹൈ സ്റ്റാർട്ടിംഗ് ടോർക്ക് കിട്ടും. Thus, a higher starting torque can be obtained from a capacitor start motor. The centrifugal switch disconnects the auxiliary winding and the capacitor. അപ്പോൾ ഈ സെൻട്രിഫ്യൂഗൽ സ്വിച്ച് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ കണക്ഷൻ ഡിസ്കണക്ട് ചെയ്യുന്നത്. അതായത് ഓക്സിലറി വൈൻഡിങ്ങിൻ്റെയും കപ്പാസിറ്ററിനെയും ഡിസ്കണക്ട് ചെയ്യുന്നത്. അതെപ്പോഴാണ് ചെയ്യുന്നത്? 75% ഓഫ് ദ സിങ്ക്രണസ് സ്പീഡ് അച്ചീവ് ചെയ്യുമ്പോഴത്തേക്കുമാണ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് അപ് ടു 6 kV ആണ്. ദാറ്റ് ഈസ് ദീസ് മോട്ടോഴ്സ് ആർ അവൈലബിൾ അപ് ടു 6 kW. ഇനി ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് ഒന്ന് ഫാൻസിൽ യൂസ് ചെയ്യുന്നുണ്ട്, ബ്ലോവേഴ്സിൽ യൂസ് ചെയ്യുന്നുണ്ട്, സെൻട്രിഫ്യൂഗൽ പമ്പ്സിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഇനി നെക്സ്റ്റ് ടൈപ്പ് ഏതാണ് നമുക്ക് പഠിക്കാനുള്ളത്? കപ്പാസിറ്റർ റൺ ഇൻഡക്ഷൻ മോട്ടോറാണ്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. സോ താങ്ക് യു ഗൈസ്.